ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അധ്യാത്മരാമായണം ബാലകാണ്ഡം സീതാസ്വയംവരം. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോട് ഈ വണ്ണമരുൾ ചെയ്താൻ. ബാലകന്മാരെ പോകാം മിഥിലാപുരിക്കുനം, കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവജാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും ബുക്കുതാതനെ കാണാം. ഇത്തരമരൾ ചെയ്തു ഗംഗയും കടന്നവർ തത്വരം ചെന്നു മിഥിലാപുരമകം ബുക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചതെന്നതു കെട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടു ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പോണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും. ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരനന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്നിച്ചിടിന ജഗദേക സുന്ദരന്മാരാം ഇവരാരെന്നു കൽപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ. വിശ്വാമിത്രനും അതു കേട്ടരുൾ ചെയ്തിടിനാൻ, വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതേ. വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാനിവരെ ഞാൻ ചെന്നുകൂട്ടിക്കൊണ്ടു പോന്നീടിനേനിതുകാലം. പാരമേശ്വരമായ ശാപത്തെ കാൺമാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു, നീയതു കാട്ടിയിടണം. ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നെങ്കിൽ പ്രീതി വർദ്ധിച്ചു ജനകനും. തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു, ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ശാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാനന്നേരം ജനകനും കൗശികനോട് ചൊന്നാൻ. രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവലോചനൻ സുന്ദരൻ ദാശരഥി, വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമ നന്ദനയ്ക്കെന്നു നൂനം. എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവിതെനിക്കിപ്പോൾ, വില്ലിഹ വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചിതു മന്ത്രീന്ദ്രനും, ഹുങ്കാരത്തോടെ വന്നു ചാപവാഹകന്മാരും. സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ശാപമെടുത്തു കൊണ്ടുവന്നാർ. ഖണ്ഡാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയ്യംബകമെന്നിതു മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്നിച്ചിടിനാൻ. വില്ലെടുക്കാമോ ഉലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ശാപം. ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്ന് മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ട് കൗതുകം പൂണ്ടാർ. ജനകൻ ജഗൽസ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ. മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും.
മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ. സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദമർണോജനേത്രൻ മുമ്പിൽ സാത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ. പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ. മാലയും ധരിച്ചു നീലോൽപലകാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ. ഭൂമിനന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമിപാലക ബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാംബുതി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വഴുകെന്നാശിയും ചൊല്ലിയിടിനാർ. അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും വന്നിച്ചു ചൊന്നാൻ, ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥഭൂപനെ വരുത്തുവാൻ. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷവൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു. വിശ്രമത്തോടു തടകൊണ്ടിതു ദൂതന്മാരും. സാകേതപുരി ബുക്കു ഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും. സന്ദേശം കണ്ടു പങ്ക്തിശ്ചന്ദനൻ താനും ഇനി സന്ദേഹമില്ല പുറപ്പെടുകെന്നുറ ചെയ്തു. അഗ്നിമാൻ ഉപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാം അരുന്ധതി താനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകം ബുക്കിതു ദശരഥൻ. മിഥിലാധിപൻ ദാനം ചെന്നെതിരേറ്റുകൊണ്ടാൻ. വന്നിച്ചു ശതാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്യനം വസിഷ്ഠനെ തതനു പത്നിയെയും അർഘ്യപാദ്യാദികളാൽ അർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചിതു. യഥായോഗ്യമുർവീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്നിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാമാചാര്യപാദാബ്ജവും തൊഴുതു. മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദാംഭോജം അനുജന്മാർ. തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാംഭോജം. വക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗടാശ്ലേഷവും ചെയ്തിടിനാൻ. ജനകൻ ദശരഥൻ തന്നെ കയ്യും പിടിച്ചനുമോദത്തോട് ഉര ചെയ്തിതു മധുരമായി. 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും. 4 പേർക്കും യഥാക്രമം ചിത്രമായിരിപ്പോരോ മണ്ഡപമതും തീർത്തു. മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്നമണ്ഡിത സ്തംഭതോരണങ്ങളും നാട്ടി രത്നമണ്ഡിത സ്വർണപീഠവും വെച്ചു ഭക്തിയാ ശ്രീരാമപാദാംഭോജം കഴുകിച്ചനന്തരം ഭേരിദുന്ദുഭി മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും. തൽപാദതീർത്ഥം നിജ ശിരസീധരിച്ചുടൻ ഉൾപ്പുളകാംഗത്തോടെ നിന്നിതു ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ. ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാംഗിമാരം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ നമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും. ദർപ്പകസമനായ പുരുഷനെ നോക്കി പിൽപ്പാടു തെളിഞ്ഞുര ചെയ്തിതു ജനകനും. ആദ്യമേ സഫലമായി വന്നു മാനുഷജന്മം. ഖദ്യോദായുധ സഹസ്രോദ്യോത രൂപത്തോടും ഖദ്യോദാന്വയെ പിറന്നോരു തിരുവടി വിദ്യുൽ സംയുതമായ ജീമോദമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാൺക മൂലം
ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം. രക്തപങ്കജചരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കേണം, മുക്തിയും ലഭിക്കേണം. തൊൽപാദാംബുജകളിതാംബു ബിന്ദുക്കൾ ധരിച്ച് ഉൽപ്പലോദ്വൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ട് ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. ഇത്തമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം. കൽമഷമകന്നോരു ജനക നൃപേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു. നിർമ്മലഗാത്രിയായ പുത്രിക്കു പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴി പോലെ. ചിന്മയൻ മായാമയനായ രാഘവൻ നിജധർമ്മധാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. മൃദംഗാനകാഭേരി ദുര്യഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാരരസപരിപൂർണ വേഷങ്ങളോടും ആനതേർ കുതിര കാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദിത്താവസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യാമാത്യാദികളോടും വേഗമോട് അയോധ്യയ്ക്കമ്മാറങ്ങു തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ. സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയേച്ചോരനന്തരം വെൺകൊറ്റക്കുട തഴ വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തുഴുമാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമമലയ ജഗസ്തൂരി ഗന്ധത്തോടും നടന്നു. വിരവോടു 3 യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം.